പ്രിയപ്പെട്ട 9ാം ക്ലാസ്സിലെ മക്കളെ എല്ലാവർക്കും RTH മാത്സിലേക്ക് സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ പാർട്ട് 3 73 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പേജ് നമ്പർ 73 ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നോക്കൂ, റൈറ്റ് നമ്പേഴ്സ് ആസ് ഷോൺ ബിലോ. ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ സംഖ്യകൾ എഴുതുക എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാവും 1 2 3 4 5 അങ്ങനെ 25 വരെ ഒന്നിടവിട്ട് 5 എണ്ണമുള്ള വരികളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആസ് വി ഡിഡ് ഇൻ ദ കലണ്ടർ. കഴിഞ്ഞ വർഷം നമ്മൾ കലണ്ടറുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് അത് ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പറയാൻ നിൽക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ചോദ്യം തന്നെ ചെയ്ത് പഠിക്കാം. അങ്ങനെ പഠിക്കാവുന്ന ചോദ്യമേ ഉള്ളൂ. മാർക്ക് എ സ്ക്വയർ ഓഫ് 4 നമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ഡയഗണൽ പ്രൊഡക്ട്സ്. 4 സംഖ്യകളുള്ളൊരു സമചതുരം അടയാളപ്പെടുത്തി. ബാക്കി എന്തോ പറഞ്ഞു, നമുക്ക് ആദ്യം അത് അടയാളപ്പെടുത്താം. ഓക്കെ, അപ്പം ഞാൻ ഈ കാണുന്ന ചോദ്യത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിൽ എടുക്കുന്ന സ്ക്വയർ എന്ന് പറയുന്നത് ഇതാ 4 നമ്പറുള്ള സ്ക്വയർ എന്ന് പറയുമ്പോൾ ഞാൻ ഈ കാണുന്ന നമ്പർ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളോട് പറയാണ് ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ഡയഗണൽ പ്രോഡക്ട്സ്. സംഖ്യകൾ കോണോട് കോൺ ഗുണിച്ച് വ്യത്യാസം കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കണം. അപ്പോൾ ഫസ്റ്റ് കോണോട് കോൺ ഡയഗണൽ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും മക്കളെ, ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യത്തെ പെയർ നോക്കിയേ 6 × 2 ആൻസർ 12 12 എന്ന് കിട്ടും. അടുത്ത പെയർ നമുക്ക് ചെയ്യാനുണ്ടാവുക ഇതാ ഇങ്ങനെയാണ്. അതാണ് അടുത്ത പെയർ 1 × 7 ചെയ്താൽ നമുക്ക് കിട്ടേണ്ട ഉത്തരം 7. ഇനി ഇവരുടെ വ്യത്യാസം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഡിഫറൻസ് എഴുതി വെക്കാം, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. 12ൽ നിന്ന് 7 കുറച്ച് ബാക്കി അവിടെ ഉണ്ടാവേണ്ടത് 5 ആണ്. ഇതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇനി ബാക്കി എന്താ ചോദ്യത്തിൽ പറയുന്നത്? ഡു വി ഗെറ്റ് ദ സെയിം ഡിഫറൻസ് ഫോർ എനി സച്ച് സ്ക്വയർ. അത്തരത്തിൽ ഇതവിടെ മലയാളം എടുത്ത് ചോദിച്ചു നോക്കിയേ, ഏത് സമചതുരത്തിലെ 4 സംഖ്യകൾ എടുത്താലും ഒരേ വ്യത്യാസമാണോ കിട്ടുന്നത്? ഇനി നമുക്ക് വേറൊരു സ്ക്വയർ എടുത്ത് നോക്കട്ടെ. അതേപോലെ വേറൊരു സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഇപ്രാവശ്യത ഈ കാണുന്ന ടീമിനെ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിലൊന്നും നമ്മൾ സെയിം ചെയ്ത് നോക്കണം. ഫസ്റ്റ് പെയർ ആരാ മക്കളെ? 4 × 10 അത് ചെയ്താൽ കിട്ടേണ്ടത് 40. അടുത്തത് 5 × 9 ചെയ്താൽ കിട്ടേണ്ട ആൾ 45. ഓക്കെ, അവിടെയും ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് വ്യത്യാസം കണക്കാക്കണം. ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുക 45ൽ നിന്ന് 40 വ്യത്യാസം കുറച്ച് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് കിട്ടുന്ന 5 ആണ്. ഓക്കെ, അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് 5 തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അതേ പേജിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കണം. ഇൻ ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഇത്തവണ പറയുന്നത് കലണ്ടറോ അല്ലെങ്കിൽ സംഖ്യകൾ അറേഞ്ച് ചെയ്ത ആളോ ഒന്നുമല്ല. വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് ആരാണടാ, ഗുണന പട്ടികയാണ്, ഗുണിത പട്ടികയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട്. നോക്കാം. ഡ്രോ എ സ്ക്വയർ ഓഫ് 9 നമ്പേഴ്സ്. 9 നമ്പറുകളുള്ള ഒരു സമചതുരം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. മാർക്ക് 4 നമ്പേഴ്സ് അറ്റ് ദ കോർണർ. കോർണറുകളിൽ മൂലകളിൽ കാണുന്ന 4 നമ്പറുകൾ. വാട്ട് ഇസ് ദ ഡിഫറൻസ് ഓഫ് ഡയഗണൽ സംസ്. തുകകളുടെ വ്യത്യാസം, കോണോട് കോണുള്ള തുക. അപ്പോൾ ഓപ്പോസിറ്റ് നമ്മൾ നേരത്തെ ഗുണിക്ക് മൾട്ടിപ്ലൈ ചെയ്തിരുന്നു, ഇത്തവണ നമ്മളോട് പ്ലസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നമുക്ക് എഴുതി നോക്കണം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ പേർ ഇതാ 6ഉം 20ഉം കൂട്ടിയിട്ട്, ഫസ്റ്റ് പെയറാണ് 6ഉം 20ഉം കൂട്ടിയിട്ട് നമുക്ക് 26 എന്ന് എഴുതി വെക്കാം. അടുത്ത ആളെ നോക്കിയ മക്കളെ 10ഉം 12ഉം കൂട്ടിയിട്ട് 10ഉം 12ഉം കൂട്ടിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 22 എന്ന് എഴുതാം. എടാ ഇവിടെ നമ്മളോട് വ്യത്യാസം ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എഴുതി നോക്കിയേ, ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ഡിഫറൻസ് വ്യത്യാസം സമം 26ൽ നിന്ന് 22 കുറച്ചിട്ട് ബാക്കി എത്രയും മക്കളെ ഉണ്ടാവുക? 4 എന്ന് പറയുന്ന ഒരു ആൻസറാണ് നമുക്കവിടെ എഴുതാൻ വേണ്ടിയിട്ട് ഉണ്ടാവുക. നോക്കുക, അതിൽ 2ാമത്തെ സബ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര വൈ വി ഗെറ്റ് ദ ഡിഫറൻസ് ആസ് 4 ഇൻ ഓൾ സച്ച് സ്ക്വയേഴ്സ്. നമുക്ക് ഓൾജിബ്രയിലേക്ക് വരണം. ഈ ഓൾജിബ്ര എന്ന് പറയുമ്പോൾ എടാ ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റിയ ഒരാളല്ല. ഫോർ എക്സാമ്പിൾ, നമുക്ക് ആദ്യം ഈ കാണുന്ന നമ്പറുകൾ വന്നത് എങ്ങനെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയണം. എന്നാലും നമുക്ക് ഇതിൻ്റെ ഓൾജിബ്ര പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 9 കള്ളികളാണല്ലോ ഈ പറയുന്ന 9 നമ്പറുകളാണല്ലോ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. ഞാൻ ആ ടേബിൾ ഒന്ന് വരയ്ക്കാൻ റഫായിട്ട്. ഞാൻ ആ ടേബിൾ അതുപോലെ ഇങ്ങോട്ടേക്ക് വരച്ചിട്ട് എടാ ഈ 6 എന്ന് പറയുന്ന നമ്പർ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഗുണന പട്ടികയിൽ എപ്പോഴായിരിക്കും അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം മക്കളെ. 2 × 3 ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക. 2 × 3 ചെയ്തപ്പോൾ എപ്പോഴാണ് മക്കളെ അവർക്ക് 8 എന്ന് പറഞ്ഞ ഉത്തരം കിട്ടിയത്? 2 × 4 ചെയ്തപ്പോഴാണ്. ആണോ അല്ലയോ? എപ്പോഴാണ് മക്കളെ അവർക്ക് 10 എന്ന് പറഞ്ഞ ഉത്തരം കിട്ടിയത്? 2 × 5
ചെയ്തപ്പോൾ ഇതെന്താ ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ ഘടകങ്ങളാക്കി എഴുതാനുള്ള കാരണം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്, ഗുണന പട്ടികയാണെന്നുള്ള കാര്യം വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത വരി 9 എങ്ങനെ കിട്ടിയതാ 3 × 3 ചെയ്തിട്ട് കിട്ടിയതാ. 12 എങ്ങനെ കിട്ടിയതാ 3 × 4 ചെയ്തിട്ടാ. 15 എങ്ങനെ കിട്ടിയതാ 3 × 5 ചെയ്തിട്ടാ. അടുത്ത വരി ഞാൻ മാറ്റി എഴുതുന്നുണ്ട്. 12 തൊട്ട് താഴത്തെ 12 അവർക്ക് എങ്ങനെ കിട്ടിയതായിരിക്കും നമ്മൾ നന്നായി ആലോചിക്കണം അല്ലേ. അവർക്ക് 4 × 3 ചെയ്തിട്ട് കിട്ടിയതാ. തൊട്ട് അടുത്ത 16 അവർക്ക് 4 × 4 ചെയ്തിട്ട് കിട്ടിയതാ. 20 അവർക്ക് അങ്ങനെ കിട്ടിയതാ മക്കളെ 4 × 5 ചെയ്തിട്ടായിരിക്കും കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമുക്കൊന്ന് ഈ കണക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ രീതിയിൽ നമുക്കൊന്ന് എഴുതി നോക്കാം. നമ്മുടെ ഓൾജിബ്രയിലേക്ക് അയാളെ നമുക്ക് എഴുതി നോക്കാം. നോക്കൂ മക്കളെ, 2ഉം 3ഉം വ്യത്യസ്ത 2 നമ്പറുകളാണ്. ഞാൻ അതുകൊണ്ട് അതുപോലെ ഇവിടെ വ്യത്യസ്ത നമ്പറുകൾ വെച്ച് എഴുതാൻ തീരുമാനിച്ചു. x × y 2 × 3. അപ്പോൾ 2ന് പകരം എക്സ് കൊടുക്കുന്നു, 3ന് പകരം വൈ എന്ന് കൊടുക്കുന്നു. അടുത്ത വരിയിലേക്ക് മക്കളെ പോകുമ്പോൾ ശ്രദ്ധിച്ചേ, ഈ 2 ഇവിടെ അതുപോലെ കാണുന്നുണ്ടല്ലോ, ഈ 2 അതുപോലെ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ കൊടുത്ത എക്സ് അതുപോലെ അങ്ങോട്ടേക്ക് വരട്ടെ, അതിൽ ഒരു കൺഫ്യൂഷനും വേണ്ട. ആ എക്സ് അതുപോലെ അങ്ങോട്ടേക്ക് തന്നെ വന്നോട്ടെ. പക്ഷേ ഇവിടെയുള്ള 3 അല്ല അങ്ങോട്ടേക്ക് വന്നത്, പകരം 4ആണ് വന്നത്. 3നേക്കാൾ 1 കൂടുതലുള്ള 4ആണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഈ വൈ അല്ല അങ്ങോട്ടേക്ക് വരേണ്ടത്, വൈനേക്കാൾ 1 കൂടുതലുള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അവിടെ എക്സ് × ആരെ എഴുതുന്നുണ്ട്, വൈനേക്കാൾ 1 കൂടുതലുള്ള ആൾ y+1 എന്ന് ഞാൻ എഴുതുന്നുണ്ട്. ശ്രദ്ധിച്ചേ, നമുക്ക് അടുത്ത കോളം എഴുതാൻ വേണ്ടിയിട്ട് 2 അതുപോലെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു മാറ്റവും ഇല്ല, നമ്മുടെ എക്സ് അതുപോലെ തന്നെ അവിടെ ഇരുന്നോട്ടെ. എടാ ഞാൻ വൈകളെല്ലാം ഒരു കളറായിക്കോട്ടെ വെച്ചിട്ട് ഈ വൈനെ അതുപോലെ തന്നെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും എന്താ എഴുതിയിരിക്കുന്നത്. എക്സ് അതുപോലെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നോക്കിയടാ, നമുക്ക് 3 ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ 2 കൂടുതലുള്ള 5 മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൈ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വൈ ആയിട്ടല്ല വരേണ്ടത്, വൈനേക്കാൾ 2 കൂടുതലുള്ള ആൾ ആവേണ്ട ആവശ്യകത ഉണ്ട്. അപ്പോൾ x × y+2 എന്ന് ഞാൻ അയാളെ മാറ്റി എഴുതുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സംശയമില്ലല്ലോ. ഇയാൾ എന്താ വലിയ കോംപ്ലിക്കേറ്റഡ് ലെവലിലേക്കുള്ള ആളൊന്നുമില്ല. നമുക്ക് ചെയ്ത് നോക്കാം. തൊട്ടടുത്ത വരിയിലേക്ക് നോക്കാം നമുക്ക്. എടാ ഈ 2 ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ 1 കൂടുതലുള്ള 3 മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ മക്കളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, നമ്മുടെ എക്സ് താഴേക്ക് വരുമ്പോഴും 1 കൂടുതലുള്ള ആളായിട്ട് മാറണ്ടേ. ആരാണ് 1 കൂടുതലുള്ള ആളെന്ന് പറയുമ്പോൾ എക്സിനേക്കാൾ 1 കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ x+1 ആവുക എന്നുള്ളതാണ്. പക്ഷേ നോക്കിയേ, ഈ 3 താഴത്തേക്ക് വന്നപ്പോൾ ഒരു മാറ്റവും ഇല്ല. അപ്പം നമ്മുടെ വൈ താഴത്തേക്ക് വരുമ്പോഴും എന്തിൻ്റെ ആവശ്യമില്ല, യാതൊരു മാറ്റത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ അയാളെ വൈ തന്നെ എഴുതുന്നുണ്ട്, പ്രശ്നമില്ലല്ലോ. ഞാൻ അവിടെ താഴത്തേക്ക് വീണ്ടും എഴുതാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. നോക്കടാ, നമ്മുടെ 2 ഇങ്ങോട്ട് വന്നപ്പോൾ 3 ആയതുപോലെ 2 ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ 2 കൂടി 4 ആവുകയാണ് ചെയ്ത്. അപ്പോൾ നമ്മൾ എക്സ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവണം, 2 കൂടണം. അപ്പോൾ ഞാൻ അവിടെ എന്ത് എഴുതുന്നുണ്ട് മക്കളെ, x+2 എന്ന് എഴുതുന്നുണ്ട്. സംശയത്തിൻ്റെ ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് പ്രാക്ടിക്കലി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. x+2 നോക്കിയടാ, ഇവിടെ 3 താഴേക്ക് എത്തിയപ്പോഴും 3ആണ്, പിന്നെയും താഴത്തെ. അപ്പോൾ വൈ ഇവിടെയും വൈ ആണ്, ഇവിടെ ഒരു മാറ്റവും വരണ്ട. അവിടെ അയാൾ ആരായിട്ട് തന്നെ നിന്നാൽ മതി, വൈ ആയിട്ട് തന്നെ നിന്നാൽ മതി. ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, റെഡിയാണല്ലോ. അടുത്ത ആളിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ, എങ്ങനെയായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള ആളെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. ശരി, നമുക്ക് എടാ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടമാട്ടോ. എങ്ങനെ അടുത്ത ആളെ എഴുതാം, നോ ഇഷ്യൂസ്. എങ്ങനെ എഴുതിയാലും ഒരുപോലെ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവും. മക്കൾ നോക്കിയടാ, 2 താഴത്തേക്ക് വന്നപ്പോൾ 1 കൂടുതലുള്ള 3 മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ് താഴത്തേക്ക് വരുമ്പോൾ 1 കൂടുതലുള്ള ആളാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആരാവേണ്ട ആവശ്യമുണ്ട് മക്കളെ, x+1 ആവേണ്ട ആവശ്യകതയുണ്ട്. x+1 എഴുതി. നോക്കിയടാ, 4 അതുപോലെ തന്നെ 4. അപ്പോൾ വൈ അതുപോലെ തന്നെ അല്ലേ, ഇവിടെ ഉള്ള ആളാരാണോ അയാൾ തന്നെ താഴത്തേക്ക് വന്നാൽ. ഇവിടെ ഉള്ള ആൾ നമ്മളെ സംബന്ധിച്ച് y+1 ആണ്. ഞാൻ അതുപോലെ തന്നെ y+1 താഴത്തേക്ക് എടുത്തെഴുതുന്നുണ്ട്. അടുത്ത വരി ഒന്ന് നോക്കി നോക്കാം നമുക്ക്, എന്ത് മാറ്റമാണ് സംഭവിച്ചുള്ളത്. 2നേക്കാൾ 1 കൂടി താഴത്തേക്ക് വരുമ്പോൾ, അപ്പോൾ നമ്മുടെ ഇവിടെ എക്സിനേക്കാൾ 1 കൂടണം താഴത്തേക്ക് വരുമ്പോൾ. അപ്പോൾ അവിടെ ആരാ വരേണ്ടത്, x+1 ആണ് വരേണ്ടത്. ഇൻറ്റു അടുത്ത ആൾ നോക്കിയ മക്കളെ എങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക അല്ലേ, 5 അതുപോലെ എന്ത് ചെയ്യുകയായിരുന്നു, താഴത്തേക്ക് വരികയായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന വൈയുമായി ബന്ധപ്പെട്ട ആൾ അതുപോലെ താഴത്തേക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എഴുതാനുണ്ടാവുന്ന ആൾ y+2 എന്ന് പറയുന്നതാണ്. സിമ്പിളായിട്ട്, എന്ത് സിമ്പിളായിട്ട് നമ്മൾ എഴുതിയേക്കുന്നത്. റെഡി, നമുക്ക് അടുത്ത വരി ഒന്ന് നോക്കി നോക്കാം. അടുത്ത വരി എടപ്പം നമ്മൾ ഇങ്ങനെയല്ലേ എഴുതിയത് അല്ലേ, ഞാൻ അടുത്തൊന്ന് ഇങ്ങനെ എഴുതാൻ തീരുമാനിച്ചു കേട്ടോ. ഈ കാണുന്ന 4 അതുപോലെ ഇവിടെ കാണാണ്ടല്ലോ, ഈ കാണുന്ന 4 ഇവിടെ അതുപോലെ കാണാം. അപ്പോൾ ഈ കാണുന്ന x+2 അതുപോലെ ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയാം. ഞാനിതുപോലെ x+2 എന്നതുപോലെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അടുത്ത ആൾ നോക്കിയടാ, അടുത്ത ആളെന്ന് പറയുന്നത് 3 ആണ്. ഈ 3 എവിടുന്ന് വന്നു അല്ലേ, ഇത് നമ്മൾ എഴുതി. ഇനി നമുക്ക് ഇതാണ് എഴുതാനുള്ളത് ആണോ. ഈ 4 തൊട്ട് മുകളിൽ കാണുന്ന അതേ ആൾ. അപ്പോൾ ഇയാൾ അതുപോലെ തന്നെ താഴത്തേക്ക് വരണം. അപ്പോൾ അവിടെ ആരാ വരേണ്ടത്, y+1 വരേണ്ടത്. അപ്പോൾ അതിലും സംശയമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി,
എഴുതാൻ വേണ്ടിയിട്ട് പറ്റി. ഇനി അടുത്ത ആൾ നമുക്ക് നോക്കിയാലോ. അടുത്ത ആൾ നമുക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ലാസ്റ്റ് ആൻഡ് ഫൈനൽ വരി. അതും അതേപോലെ തന്നെ നോക്കടാ, 4 ഇവിടെയുണ്ട്, ആ 4 ഇവിടെയുണ്ട്. അപ്പോൾ ഈ x+2 ഇവിടെയുണ്ട്, ഈ x+2 ഇവിടെയും വരണം. ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, x+2 എന്ന് എഴുതി വയ്ക്കാം. ഇനി അടുത്ത ആളെ നമുക്ക് നോക്കാനുള്ളത്. അടുത്ത ആളെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മക്കൾ ശ്രദ്ധിച്ച് നോക്കടാ. ഇതാ 5 താഴെ ഉണ്ട്, ഈ 5 താഴെ. അപ്പോൾ ഇതാ y+ ഇതേ ആൾ താഴത്തേക്ക് വരണം. ആണോ അല്ലയോ? ഞാൻ അതേ ആൾ എന്ത് ചെയ്യുന്നുണ്ട്, താഴത്തേക്ക് എഴുതുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഓൾജിബ്ര വെച്ചിട്ട് എഴുതുന്നത്. പരിപാടി കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മളോട് കൃത്യമായിട്ട് ഇത് കഴിഞ്ഞിട്ട് അറ്റത്തുള്ള നമ്പറുകളെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിരുന്നു 4 നമ്പറുകളെ. നമുക്ക് അറ്റത്തുള്ള നമ്പറുകൾ എന്ത് ചെയ്യാം, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അറ്റത്തുള്ള നമ്പറുകളെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, x×y ഒരറ്റത്തുള്ള നമ്പറാണ്. x×y+2 മറ്റൊരു മൂലയിലുള്ള കോർണറിലുള്ള നമ്പറാണ്. x+2 × y എന്ന് പറയുന്ന ആളുണ്ട്, ഈ കാണുന്ന ആളുണ്ട്. ഇതാ ഇങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ ഓൾജിബ്രയുമായി ബന്ധപ്പെട്ട ചാർട്ട് ഉണ്ടാക്കുക. ഇനി നമ്മളോട് കൂട്ടി നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഈ പറഞ്ഞ സാധനം. അപ്പോൾ അതിന് ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമില്ല, ഈ പറഞ്ഞ ആൾ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതങ്ങോട്ട് മെല്ലെ എന്ത് ചെയ്യാം, എറേസ് ചെയ്ത് കളഞ്ഞേക്കാം. നമുക്ക് ഈ വലിയ ടേബിളിൻ്റെ ബേസിസിലാണ് നമ്മളിനി എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രോബ്ലം എല്ലാം നമ്മൾ ഓൾജിബ്രിക്കലി അല്ലേ, ബീജഗണിതപരമായി ഇവരെ എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. മക്കളെ, കോണോട് കോൺ തമ്മിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഡയഗണൽ സം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആയിക്കോട്ടെ, അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ കാണുന്ന 2 ആൾക്കാരെ ഒന്ന് ആഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വരാം കേട്ടോ. ആദ്യം നമുക്ക് ഈ കാണുന്ന 2 ടീമിനൊന്ന് ആഡ് ചെയ്ത് വെക്കാം. അതിൽ തന്നെ ആദ്യത്തെ ആൾ ഈ കാണുന്ന ആളാണ്. ഞാൻ അയാളെ എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. x×y+2. ആദ്യത്തെ ആള് x×y+2 പ്ലസ് കൊടുക്കണം. x×y+2 പ്ലസ്. ആരെയാ പ്ലസ് ചെയ്യേണ്ടത്? ദാ ഈ കാണുന്ന ആളെയാ പ്ലസ് ചെയ്യേണ്ടത്. അയാളുടെ പേരെന്താ, x+2 × y എന്നാണ് അയാളുടെ പേര്. അയാളുടെ പേരെന്താണ്, x+2 × y. x+2 × y എന്നാണ് ചെയ്യേണ്ടത്. എടാ, ഇതിൻ്റെ ഓരോ ബ്രാക്കറ്റും നമുക്ക് സോൾവ് ചെയ്തെടുത്തിട്ട് വേണം. ആയിക്കോട്ടെ, നമുക്ക് ചെയ്യാം. എങ്ങനെയായിരിക്കും ഉണ്ടാവുക നോക്കാം. x×y ചെയ്താൽ xy എന്നാണ് കിട്ടുക. x×2 ചെയ്താൽ കിട്ടേണ്ട ആൻസർ 2x ആണ്. ബാക്കി ഇതാ ഈ പ്ലസ് അതുപോലെ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. പ്ലസ് x×y ചെയ്താൽ xy തന്നെയാണ്. 2× y ചെയ്താൽ കിട്ടേണ്ടത് 2y ആണ്. ഇതിൽ ഒരാളെയും കൂടി നമുക്ക് അഡീഷണലി പോകാൻ വേണ്ടി പറ്റും കേട്ടോ. xyയും xyയും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടേണ്ട ഉത്തരം ആരാ മക്കളെ, 2xy. തേങ്ങയും 2 തേങ്ങ. xyയും കൂടി കൂട്ടിയാൽ 2 xyകൾ ഉണ്ടാവും. പ്ലസ് ദാ ഈ കാണുന്ന 2x എഴുതുന്നുണ്ട്, പ്ലസ് ഈ കാണുന്ന 2y എഴുതുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവർ രണ്ടുപേരും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആരെ ചെയ്തു, ഈ കാണുന്ന ടീമിനെ ചെയ്തു. ഇനി നമുക്ക് ആരെ ചെയ്യാൻ ബാക്കിയുണ്ടടാ, ഈ കാണുന്ന ടീമിനെ ചെയ്യാൻ ബാക്കിയുണ്ട്. ആയിക്കോട്ടെ, നമുക്ക് എന്ന് എഴുതി നോക്കാം. അവിടുത്തെ ഫസ്റ്റ് ആൾ എന്ന് പറയുന്നത് ദാ ഈ കാണുന്ന ആളാണല്ലോ. അയാളെ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അയാൾ ആരാണ്, x×y പ്ലസ്. ഇനി ആരെ നമുക്ക് എഴുതാനുള്ളത്, ഈ കാണുന്ന ആളെ എഴുതാനുണ്ട്. അവിടെ ആരാ ഉള്ളത്, അവിടെ x+2 × y+2 എന്ന് പറയുന്ന ആൾ നമുക്ക് എഴുതാനുണ്ട്. x+2 × y+2 എന്ന് പറയുന്ന ആൾ എഴുതാനുണ്ട്. മക്കളെ, x×y അതിൻ്റെ ഉത്തരം നമുക്കറിയാം. എന്താണ് x×2ൻ്റെ ഉത്തരം, xy എന്ന് പറയുന്നതാണ് അതിൻ്റെ ഉത്തരം. ഇത് ഫസ്റ്റ് പെയർ, ഇത് രണ്ടാമത്തെ പെയർ കേട്ടോ. x×y ചെയ്ത xy പ്ലസ്. ഏത് പ്ലസ്സാണ് കൊടുക്കുന്നത്, ഈ പ്ലസ് അതുപോലെ എഴുതുന്നുണ്ട്, പ്ലസ്. ഇനി നമുക്ക് ഇവിടെ ഓരോ ആളുകളായിട്ട് എഴുതി വെക്കാം. നോക്കിയേ, x×y ആരാ കിട്ടുക, xy ആണ് കിട്ടുക. അടുത്തത് x×2 എന്താ കിട്ടുക മക്കളെ, 2x ആ കിട്ടുക. അപ്പോൾ പ്ലസ് 2x എന്ന് എഴുതി. അടുത്തത് നോക്കിയേ, ഇതാ അപ്പോൾ ഇത് വെച്ച് ഇത് കണക്ട് ചെയ്തു, ഇത് വെച്ച് ഇത് കണക്ട് ചെയ്തു. ഇനി അടുത്ത ആളിലേക്ക് ഇപ്പോൾ 2× y എന്താ മക്കളെ കിട്ടുക, 2y എന്നാണ് കിട്ടുക. അത് കഴിഞ്ഞ് 2×2 എന്താ മക്കളെ കിട്ടുക, 4 എന്ന് പറയുന്ന ഉത്തരം കിട്ടുക. ഇതിൽ ഒരുപോലത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ആഡ് ചെയ്ത് വെക്കാം. ഒരുപോലത്തെ ആളുകളുണ്ട്. ഇതാ നമ്മളിവിടെ xyയും കൂട്ടിയിട്ട് 2xy എന്ന് എഴുതിയ പോലെ അവിടെ ഒരു xyയും കൂട്ടിയിട്ട് ഇവിടെയും നമുക്ക് എന്ത് എഴുതാനുണ്ടാ, 2xy എന്ന് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഓരോന്ന് ഗ്രൂപ്പാക്കി വെക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു 2xy പ്ലസ് 2x പ്ലസ് 2y പ്ലസ് 4. ഇതാണ് ഉത്തരം. ഇത്രയും ചെയ്താൽ മതിയോ? പോരാ. നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവർ തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കണം. അപ്പോൾ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു വ്യത്യാസം സമം വലുതിൽ നിന്ന് നമുക്ക് ചെറുത് കുറയ്ക്കാം. കണ്ടാൽ തന്നെ അറിയാം താഴത്തുള്ള ആളാണ് വലിയ ആൾ. അപ്പോൾ ഞാൻ അയാൾ എഴുതുന്നു 2xy പ്ലസ് 2x പ്ലസ് 2y പ്ലസ് 4 മൈനസ്. ആരെയാ മൈനസ് ചെയ്യേണ്ടത്, മുകളിൽ കിട്ടിയ ഉത്തരത്തെയാ മൈനസ് ചെയ്യേണ്ടത്. മുകളിൽ കിട്ടിയ ഉത്തരം എത്രയാണ് മക്കളെ, 2xy പ്ലസ് 2x പ്ലസ് 2y. എടാ, ഒരുപോലത്തെ ആൾക്കാരെയൊക്കെ നമുക്കൊന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. 2xy 2x പോയി, 2y 2 പോയി. ബാക്കി അവിടെ ആരാ മക്കളെ ഉള്ളത്, 4. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്ന ഉത്തരം. ഈ 4 എന്ന് പറയുന്ന ഉത്തരം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. റെഡി? ഒരു സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വാട്ട് അബൌട്ട് എ സ്ക്വയർ ഓഫ് 16 നമ്പേഴ്സ്? 16
നമ്പറുകളുള്ള അല്ലേ 16 നമ്പറുകളുള്ള ഒരു സമചതുരം ഒരു സ്ക്വയർ എടുക്കുകയാണെങ്കിൽ എന്ത് മാറ്റമായിരിക്കും അവിടെ ഉണ്ടാവുക എന്നാണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസറിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യം അങ്ങനത്തെ ഒരു നമ്പർ നമുക്ക് എടുത്തു നോക്കാം. 16 ആളുകളുള്ള ഒരു സ്ക്വയർ നമുക്ക് ബിൽഡ് ചെയ്ത് അവിടെ ഏതൊക്കെ അല്ലേ നമ്മൾ നേരത്തെ വരച്ച ആളിൽ നിന്ന് നമുക്കൊന്ന് മാറ്റി ചെയ്ത് നോക്കാം. നോക്കടാ, ഞാനൊരു സ്ക്വയർ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ 16 കള്ളികൾ വരണം. നമുക്ക് നേരത്തെ നമ്പർ തന്നെ കോപ്പി ചെയ്യടാം. 16 സംഖ്യകളുള്ള ആൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഈ ഭാഗം മക്കൾക്ക് നേരത്തെ നമ്മൾ ഇതാ 9 എണ്ണത്തിന് നമ്മൾ നേരത്തെ ചെയ്ത കേട്ടോ. ഈ കാണുന്നതിൻ്റെ കൂടെ ഞാൻ ഈ കാണുന്ന എൽ ഷേപ്പില്ലേ ഇതുകൂടി അഡീഷണലി എഴുതി ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇനി ഇവിടുത്തെ അറ്റത്തുള്ള കോർണറുകളിലെ സംഖ്യകൾ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഏതൊക്കെയാണ് ഇവിടുത്തെ 4 കോർണറുകളിലെ സംഖ്യ? 6, 12, 30, 15. ഓക്കെ, ഇവർ തമ്മിലൊന്ന് കൂട്ടി നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്ത് ഡിഫറൻസ് എത്രയാണ് വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. നോക്കടാ, 6ഉം 30ഉം ആണ് ആദ്യത്തെ പെയർ അല്ലേ മക്കളെ? ഇതാ ഇങ്ങനെയാണല്ലോ കൂട്ടേണ്ടത്. 6ഉം 30 കൂടി കൂട്ടി നമുക്ക് കിട്ടേണ്ട ആൻസർ 36. 36 വിൽ ബി ദ ആൻസർ. അത് കഴിഞ്ഞ് അടുത്ത ടീം 15ഉം 12ഉം ആണ് ആഡ് ചെയ്യാണ്ടാവും. 15ഉം 12ഉം കൂടിയാണ് നമുക്ക് അവിടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാവുക. 27 ആൻസർ 27. ഇനി നമുക്ക് അവിടുത്തെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിഫറൻസ് is equal to 36 minus 27. അങ്ങനെ 9 എന്ന് പറയുന്നതാണ് നമുക്ക് അവിടെ എന്തായിട്ട് കിട്ടുക? ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, ഇനി അടുത്ത പണി ഇയാളുടെ ഓൾജിബ്രിക് ചാർട്ടിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. സിമ്പിൾ ആണല്ലോ. നമ്മൾ നേരത്തെ ചെയ്തു വെച്ച സാധനം അതുപോലെ കോപ്പി ചെയ്യുക, അതിൻ്റെ അടുത്ത ഓരോ ലെയറും കൂടി എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾജിബ്രിക് ചാർട്ട് എങ്ങനെ ഉണ്ടാവുക നമുക്ക് കാണിച്ചു തരാം. മക്കൾ എങ്ങനെയാണ് ആരുണ്ടാവുക? നമ്മളെ 16 നമ്പറുകളുടെ സ്ക്വയർ ബിൽഡ് ചെയ്താൽ നമുക്ക് അറ്റത്തുള്ള ആളുകളെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കും. ഇപ്രാവശ്യം അറ്റത്തുള്ള ആൾക്കാർ മാറ്റമുണ്ട് കേട്ടോ. 3 ആൾക്കാർ മാറ്റം ഉണ്ടാവും, ഒരാൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ശരി, ആ ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവരെ തമ്മിൽ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഈ കാണുന്ന ടീമിനെ ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആരൊക്കെയുള്ളത്? നമുക്ക് ആഡ് ചെയ്യാനുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഫസ്റ്റ് പെയർ ഒന്ന് x×y ചെയ്യാനുണ്ട്, പ്ലസ് അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന ആളെ ചെയ്യാനുണ്ട്. ആളെന്ന് പറയുന്നത് x+3×y+3 എന്ന് പറയുന്ന ആളാണ് ചെയ്യാനുണ്ടാവുക. നോക്കടാ, x×y അത് ചെയ്താൽ കിട്ടുന്ന ആൻസർ നമുക്കറിയാം ആരാണ്? xy എന്ന് പറയുന്ന റിസൾട്ട് കിട്ടുക. പ്ലസ് നോക്കിയേ, x×y അതിൻ്റെ ആൻസറും xy ആണ്. അടുത്തത് x×3 അയാളുടെ ആൻസർ +3x. അടുത്ത ആൾ നോക്കിയാൽ മക്കൾ 3×y അയാളുടെ ആൻസർ +3y. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3×3 അയാളുടെ ആൻസർ +9 എന്നാണ് നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവുക? ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവുക. ഇനി നമുക്കിതിൽ ഏതൊക്കെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി പറ്റും? എന്താ ഈ എക്സ് വൈയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 2 XYകൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നോക്കിയോ, XY. അപ്പോൾ 2XY ഈക്വൽ ടു കൊടുക്കുന്നുണ്ട് 2XY + 3x + 3y +9. ഇതാണ് ഇവരെ ചെയ്താൽ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ള ആളുകൾ എന്ന് പറയുന്നത് ആരാടാ? ഈ കാണുന്ന ബാച്ചിനെ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ കാണുന്ന ആളെ നമുക്കൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ കാണുന്ന ആളെന്ന് പറയുമ്പോൾ നമുക്ക് ആരെ എഴുതാനുണ്ടാവുക? x×y+3 അയാളാണ് ആദ്യത്തെ ആൾ. പ്ലസ് ചെയ്യാനാണുള്ളത്. ആരെ അടുത്ത ആൾ നമുക്ക് എഴുതാനുണ്ടാവുക മക്കളെ? x+3×y എന്ന് പറയുന്ന ആളെയാണ് എഴുതാനുണ്ടാവുക. x+3×y എന്ന് പറയുന്ന ആളെയാണ് എഴുതാനുണ്ടാവുക. നോക്കി നോക്കാം എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത് നോക്കാം. നോക്കിയേ, x×y ചെയ്താൽ കിട്ടേണ്ട ഉത്തരം xy. അത് കഴിഞ്ഞ് x×3 ചെയ്താൽ കിട്ടേണ്ട ഉത്തരം 3x. നോക്കിയേ, ഈ പ്ലസ് ഇടുന്നുണ്ട്, പ്ലസ്. അത് കഴിഞ്ഞിട്ട് y×x ചെയ്താൽ x×yൻ്റെ അതേ ഉത്തരം തന്നെയാണ് കിട്ടുക, xy എന്നാണ് കിട്ടുക. പ്ലസ് പിന്നെ ആരാ മക്കളുള്ളത്? 3×y 3y. ഇതാണ് അവിടുത്തെ റിസൾട്ട്. ഓക്കെ, അപ്പം 2 ആൻസറുകളായി. നമുക്ക് 2 ആൻസറിലേക്ക് ഈ സ്റ്റെപ്പിൻ്റെ തൊട്ട് മുന്നേ നമുക്ക് ആരെ ആഡ് ചെയ്യടാ? ഈ xyയും ഈ xyയും ചേർത്തിട്ട് അവിടെയും 2xy ഉണ്ട്, ബാക്കി ഒരു 3x ഉണ്ട്, ഒരു 3y ഉണ്ട്. ഇങ്ങനെ എഴുതി വയ്ക്കാം. ഓക്കെ, ഈ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാം. ഡിഫറൻസ് എന്ന് പറയുന്നതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഡിഫറൻസ് is equal to 2xy + 3x + 3y + 9 minus 2xy + 3x + 3y. ഇങ്ങനെയാണ് ചെയ്യാനുണ്ടാവും മക്കളെ. ഓക്കെ, നമുക്ക് കട്ട് ചെയ്ത് കളയാം. നോക്കടാ, 2xy ക്യാൻസൽ, 3x ക്യാൻസൽ ആയി, 3y ക്യാൻസൽ ആയി. ബാക്കി അവിടെ ഉള്ള ആൾ എന്ന് പറയുന്നത് 9. ഈ 9 ആണ് നമ്മൾ നേരത്തെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഫൈനലായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ള 9. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ആ സെറ്റ് പേജിലുള്ള എല്ലാ ചോദ്യങ്ങളും മക്കളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചെയ്ത് അവസാനിപ്പിക്കുകയാണ്.